ശബരിമല വിഷയം നേരത്തെ ഒരുപാട് അടിയന്തര പ്രമേയമായിട്ട് അവരെ കൊണ്ടുവന്ന് അന്ന് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞ് നിഷേധിക്കുകയല്ലേ. അപ്പൊ അന്ന് പറയുന്നത് നോട്ടീസ് കൊടുക്കാത്തതുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തതല്ല. പക്ഷെ അന്ന് കൊടുക്കാൻ അല്ല, നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ. ശരി, അതുകൊണ്ട് ഈ ആഗോള അയ്യപ്പ സമൂഹത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷം കൊണ്ടുവന്നതാണ്. അതേ അങ്ങനെ ഇപ്പൊ പറയുന്നു നോട്ടീസ് പോലും കൊടുത്തില്ല. അതെ, ഒരു വൈരുദ്ധ്യമില്ല. അന്നും കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു നോട്ടീസ് കൊടുത്തല്ലോ. അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം എന്താ? കോടതിയുടെ മുമ്പിൽ നിന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ആത്മവിശ്വാസം എന്നുണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം അനുവദിക്കില്ലെങ്കിൽ ഈ പ്രതിഷേധം നടത്തുന്നത് മനസ്സിലാക്കാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ശരി, നിങ്ങൾ പറയും നിങ്ങൾ അന്ന് ഗവൺമെന്റ് അനുവദിച്ചില്ലല്ലോ, ഇപ്പൊ നോട്ടീസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാ? ഇപ്പൊ അനുവദിച്ചാലോ എന്ന് ഭയന്നിട്ടാണ്. അല്ലെങ്കിൽ അനുവദിച്ചിട്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തു, ഗവൺമെന്റ് ഒളിച്ചോടി എന്ന് പറയാമല്ലോ. അത് പറയാൻ പോലുമുള്ള കാത്തു നിൽക്കാതിരുന്ന എന്തുകൊണ്ടാ? ഗവൺമെന്റ് ചിലപ്പോൾ അനുവദിച്ചേക്കാമെന്നുള്ള ഭയം അവർക്കുള്ളത് കൊണ്ടാണ്. അല്ല, അതൊക്കെ ശരി തന്നെ. കോടതിയുടെ പരിഗണനയിലുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിനെതിരായിട്ടല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ, അല്ലേ? അപ്പോൾ അസാധാരണ സാഹചര്യം ഉണ്ടാവുമ്പോൾ അസാധാരണമായിട്ട് നടപടികൾ സ്വീകരിക്കും. ഗവർണർ അസാധാരണമായിട്ട് ഉള്ള പെരുമാറ്റമാണല്ലോ ഗവർണറിൽ നിന്നുണ്ടായത്. സാധാരണ ഗവർണറുടെ പ്രസംഗത്തെ അപ്പോൾ തിരുത്താറുണ്ടോ? അപ്പോൾ തിരുത്തിയില്ലേ? അത് സാഹചര്യത്തിനനുസരിച്ചാണ്. പ്രതിപക്ഷത്തിന് പഴയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അന്ന് നോട്ടീസ് കൊണ്ടുവരുമ്പോഴുള്ള ആത്മവിശ്വാസം, അന്ന് അവർക്ക് ആത്മവിശ്വാസം കൂടുതലുണ്ടായിരുന്നു. കേൾക്കൂ, അതാ ഞാൻ പറഞ്ഞത്, അന്ന് ഒരു കാര്യം പുറത്തു വന്നതേ ഉള്ളൂ, കോടതിയുടെ മുമ്പിൽ അത് എത്തി. അപ്പൊ പ്രതിപക്ഷത്തിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നോട്ടീസുമായിട്ട് അന്ന് അവർ വന്നത്. ഇപ്പോ പ്രതിപക്ഷത്തിന് ഒരു നോട്ടീസ് കൊണ്ടുവരാൻ പോലുമുള്ള ആത്മവിശ്വാസം ഇല്ല. കോടതിയുടെ മുമ്പിലാണ് എന്ന് പറഞ്ഞ് സർക്കാർ തള്ളിയില്ലെങ്കിലോ എന്ന ഭയം കൊണ്ടാണ് അവർ നോട്ടീസിന് പോലും മെനക്കെടാതിരുന്നത്. അപ്പോ പ്രതിപക്ഷത്തിന്റെ ആശങ്കയാണ് ഈ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, ചോദ്യമായിട്ട് വന്നത്. നോക്കൂ, ഞങ്ങളുടെ കയ്യിൽ തിരിച്ചുന്നയിക്കാവുന്ന ഒരുപാട് കാര്യമുണ്ട്. സോണിയാഗാന്ധിയുടെ ചിത്രമുണ്ട്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവർ നിത്യസന്ദർശകരായിരുന്നു എന്ന കാര്യമുണ്ട്. ഒരു യാദൃശ്ചിക ചിത്രം പോറ്റിയുമായിട്ട് മാത്രമുള്ളതല്ല, കട്ടവനും വിറ്റവനും വിറ്റ മുതൽ വാങ്ങിയവനും ഒക്കെ ഒറ്റ ഫ്രെയിമിൽ കിട്ടിയ ഒറ്റ ചിത്രമേ ഉള്ളൂ. അത് സോണിയാഗാന്ധിയുടെ കൂടെയാണ്. വാജിവാഹനം കൈമാറിയത് സംബന്ധിച്ച കോടതിയുടെ നിരീക്ഷണമുണ്ട്. UDFന്റെ കാലത്ത് അന്വേഷണത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അതേ തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കോൺക്രീറ്റ് കൊടിമരം, അതിലെ ആണല്ലോ വാജിവാഹനമുള്ളത്, അത് അടിച്ചു മാറ്റാൻ വേണ്ടി കോൺക്രീറ്റ് കൊടിമരത്തിൽ ചെതലരിച്ചു എന്ന് പറയുന്ന മറ്റേ സിദ്ധാന്തം ഉണ്ട്. അപ്പൊ കോൺക്രീറ്റിനെ വരെ ചെതലരിപ്പിക്കാൻ കഴിവുള്ളവരാണ് കോൺഗ്രസ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കോൺക്രീറ്റിനെ വരെ ചെതല് തിന്നാൻ കഴിവുള്ളവരാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം തെറ്റാണ്. SITയുടെ മേൽ ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഇന്നാളെ ചോദ്യം ചെയ്യൂ, ഇന്നാളെ അറസ്റ്റ് ചെയ്യൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. നിയമം അതിന്റെ, ക്ഷമിക്കൂ, ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അതെന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ചോദിക്കുന്നെന്താ? കഴിഞ്ഞിട്ട് ചോദിക്കാമല്ലോ. ഞാൻ പറഞ്ഞത്, അപ്പം ഞങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം നിങ്ങൾ തന്നെ സമ്മതിച്ചത്. ഞങ്ങളങ്ങനെ ഇടപെടുന്നില്ല, കോടതിയാണ് ഇടപെടുന്നത്. കോടതിയാണ് അന്വേഷണം മോണിറ്റർ ചെയ്യുന്നത്. ഇടപെടുന്ന പോലില്ല, കോടതി മോണിറ്റർ ചെയ്യാണ്, ശരിയായ ദിശയിലാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ അന്വേഷണം നടക്കട്ടെ. ക്ഷമിക്കൂ, നിങ്ങളെല്ലാം ഭയപ്പെടുകയോ അല്ലെങ്കിൽ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ദിശകളിലേക്ക് ഈ അന്വേഷണം എത്തിച്ചേരുന്ന പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ എത്തിയില്ലോ, 2004 വരെ എത്തിയില്ലേ. ഞങ്ങൾക്ക് കൊണ്ട് ആശങ്കയില്ല. ആശങ്ക പ്രതിപക്ഷത്തിനല്ലേ ഉള്ളത്. ആഴ്ചകളും മാസങ്ങളുമായി പലതവണ ജാമ്യം നിഷേധിക്കപ്പെട്ട നേതാക്കൾ ഇപ്പോഴും CPMന്റെ നേതൃത്വത്തിലുണ്ട്. അവരെ
അല്ല അതിനൊക്കെ നോക്കൂ, ഇതുവരെ CPM-ന്റെ ചരിത്രത്തിൽ ഒരാളെയും സംരക്ഷിച്ച ചരിത്രമില്ല. ഇതിലും ശരിയായിട്ടുള്ള സമയത്ത് എല്ലാ പരിശോധനയും വസ്തുതയുടെയും അടിസ്ഥാനത്തിൽ ഉചിതമായിട്ട് നടപടിയെടുക്കും. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലമാവുമ്പോഴേ ഇതാദ്യമൊന്നുമല്ല ഈ വലിയ നുണക്കോട്ടകൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, പക്ഷെ ഇരകളായ ഞങ്ങൾ മറന്നിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം ഇതിലപ്പുറമായിരുന്നില്ലേ? അതൊക്കെ ഇപ്പം എന്തായി എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും പിന്നെ പറഞ്ഞിട്ടുണ്ടോ? ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? സ്വർണ്ണക്കടത്ത് അല്ലേ, സ്വർണ്ണമായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെയും പ്രധാന വിഷയം. എന്തായി എന്നുള്ളത് നിങ്ങൾ കൊടുത്ത തലക്കെട്ടുകൾ, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ഉണ്ടല്ലോ, അതിന് പിന്നീട് എന്താ സംഭവിച്ചത്? ഖുറാനിൽ സ്വർണം കടത്തി, ഓർമ്മയില്ലേ? എത്ര ദിവസം കേരളത്തിൽ പ്രൈം ടൈം ചർച്ച നടന്നു? എത്ര ദിവസം തലക്കെട്ടായി? എത്ര ദിവസം ഈ ലീഗുകാരും കോൺഗ്രസ്സുകാരും എന്തെല്ലാം അപവാദം പറഞ്ഞു അതിൻ്റെ പേരിൽ അല്ലേ? ഓരോ ദിവസവും ജലീലിന് കുരുക്ക് മുറുകുന്നു. ജലീലിൻ്റെ കഴുത്തിനൊരു കുഴപ്പമില്ല, ഇപ്പോഴും അദ്ദേഹം സുഖമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആരോപണങ്ങളുടെ പെരുമഴ സൃഷ്ടിക്കുക, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും പറയുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരക്ഷരം അതിനെക്കുറിച്ച് മിണ്ടില്ല. ഈ നാടകം കുറച്ച് കാലമായി കേരളത്തിൽ നടക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ഒന്നും മുമ്പിൽ ഞങ്ങളാരും കുലുങ്ങില്ല. ഖുറാനിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ മറുപടി ഉണ്ടോ? ഖുറാന്റെ പേരിൽ ചർച്ചകൾ നടത്തിയവർക്ക് മറുപടി ഉണ്ടോ? ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി എന്നുള്ളത് കേരളത്തിൽ വലിയ മാധ്യമ തലക്കെട്ടായിരുന്നില്ലേ? ലീഗിന്റെ ആരോപണമായിരുന്നില്ലേ? ED വന്ന് നിരങ്ങിയതല്ലേ കേരളം മുഴുവൻ? എന്തായി? മറുപടി ഉണ്ടോ? മറുപടി പറയാൻ ബാധ്യസ്ഥരല്ലേ? ഞങ്ങളല്ലേ അതെല്ലാം അന്ന് നേരിട്ടവർ. അതുപോലെ കോവിഡ് കിറ്റിൽ അഴിമതി എന്തായി? ബ്രൂവറി അനുവദിച്ചതിൽ അഴിമതി, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നും ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞുതരാം, ഒന്നും മറന്നിട്ടില്ല. കവിത, തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിത, ഡൽഹി മദ്യനയ കേസിലെ പ്രതി, തിരുവനന്തപുരത്ത് വന്നു, ഞാനുമായിട്ട് ചർച്ച നടത്തി, എൻ്റെ വീട്ടിൽ താമസിച്ചു, എന്നിട്ടാണ് ബ്രൂവറി അനുവദിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപണം. ആദ്യം ഒരു പത്രം വലിയ വാർത്ത കൊടുത്തു, പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചു. അത് പൊളിഞ്ഞപ്പോൾ വാർത്ത പിൻവലിക്കേണ്ടി വന്നു അല്ലേ? പ്രതിപക്ഷ നേതാവ് ഇന്ന് വരെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ എന്തും പറയുക, എന്നിട്ട് ചെളിവാരി എറിയുക തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടാട്ടം ഇല്ലാതാവുക. എൻ്റെ കയ്യിൽ ഒരു നീണ്ട പട്ടികയുണ്ട്. ഈ പ്രതിപക്ഷം ഈ സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ പോയിട്ട് ഒളിഞ്ഞ് പാളീസായിട്ടുള്ള കേസുകളുടെ ഒരു നീണ്ട പട്ടികയുണ്ട്. ഇനിയും വേണമെങ്കിൽ പറയാം. അങ്ങനെ പലതും വരും. വാളയാർ ഓർമ്മയില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾക്ക് ഇത് അനുഭവിച്ചവരെന്ന നിലയിൽ, ഈ വേട്ടയാടൽ അനുഭവിച്ചവരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട്. ഇപ്പൊ ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, മൈക്ക് ഞങ്ങളുടെ നേരെ മാത്രമേ നീളൂ, അതാ പ്രശ്നം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സ്ത്രീയെയും കൊണ്ടല്ലേ നടന്നത്? ഈ കേരളം മുഴുവൻ നടന്നില്ലേ? മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിച്ചില്ലേ? ഇല്ലേ? ഇനി അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ വരാനിരിക്കുന്നു അടുത്ത 2 മാസം? ഞങ്ങളതെല്ലാം അതിനെല്ലാം തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്.